ഹായ് ഗായ്സ്, ഐ എം വിനീഷ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ 2006 മോഡല് ഓംനി ഒന്ന് സെറ്റപ്പാക്കി എടുക്കുകയാണ്. റിന്യൂവൽ റീടെസ്റ്റിനായതുകൊണ്ട് എല്ലാ വർക്കുകളും ഒന്ന് ഫിനിഷിങ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ വണ്ടി ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഇപ്പം ഇനി വന്നിരിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് ചെറിയ കുറച്ച് പാച്ച് വർക്കുകളുണ്ട്, ഒന്ന് അപ്പോൾ സെറ്റപ്പാക്കി എടുക്കുക. അപ്പോൾ ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കൊടുത്ത് പിന്നെ ഇതിനാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വാൻ ലൈഫ് ഉദ്ദേശിക്കുന്നത് ഈ ഒമ്നിയിലാണ്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടൊന്ന് സെറ്റപ്പാക്കി എടുക്കുകയാണ് വണ്ടി. അപ്പോൾ നമുക്കൊന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവരെന്താ പറയണത്, എങ്ങനെ ചെയ്യാം, എത്ര രൂപയാവും എന്നൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിന്ന് പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ കേരള വർക്ക്ഷോപ്പ് മനോജേട്ടൻ്റെ വർക്ക്ഷോപ്പ് പാണയുള്ള അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയെ കാണിച്ച് എന്തൊക്കെ പറയുന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ പണി സ്റ്റാർട്ടായിട്ടുണ്ട്. അത് അവിടെ നിന്നൊക്കെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം അതല്ല, തൊട്ടടുത്ത് ഫുള്ള് തുരുമ്പാണ്. നമ്മൾ എവിടെയൊക്കെയാണോ അഴിക്കുന്ന ആ ഭാഗത്ത് കംപ്ലീറ്റ് തുരുമ്പാണ്. ഇതൊക്കെ റെഡിയാക്കി എടുക്കണതിന് നല്ല വർക്ക് വരുന്ന വർക്ക്ഷോപ്പത്തെ ഈ ഏട്ടൻ പറയുന്നത്. അവിടെ പീസ് വെക്കണതേ, പേസ്റ്റിൻ്റെ കുഴപ്പമില്ല. തുരുമ്പ് പിടിച്ചിരിക്കുന്ന അവിടെ ഇങ്ങനത്തെ ഒരു പീസ് കറക്റ്റ് കോർണർ പീസായിട്ട് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് പോയി മേടിക്കണം. അത് പോയി മേടിച്ചിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് ഫിറ്റാക്കി വെക്കണത്. അപ്പോൾ അവിടെയൊക്കെ പോയോ? അതല്ല റണ്ണിങ് ബോർഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പെയിൻ്റ് ഒന്ന് ജസ്റ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അനുയോജ്യമായ നല്ല പെയിൻറ് ഏതാണ്, നല്ല കളർ ഏതാണ്, ഒന്ന് മോഡിഫൈ സെറ്റപ്പ് ഏത് കളറാണെന്നുള്ളതൊന്ന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതിൻ്റെ ഒരു ഡാർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം.
ഏതാ നിങ്ങൾ ആ റണ്ണർ പറഞ്ഞ മേടിക്കേണ്ട സാധനം അയച്ചോ? ആ ഇത് ഈ സാധനം അല്ലേ? ഗ്ലാസ് വേണ്ട, ഫ്രെയിം മാത്രം മതി. കട്ടപ്പോയില്ലേ? ആ ഫ്രെയിം മാത്രം മേടിച്ചാൽ മതി. നമുക്ക് കൊട്ടയിൽ കിട്ടുമോ? കിട്ടില്ലേ? നിങ്ങൾ നോക്കിയാണ്ട് കൊട്ടയിലാണെങ്കിൽ മൊത്തത്തിൽ ഫ്രെയിം ആയിട്ട് കിട്ടും. ഗ്ലാസ് അടക്കം ബീഡിങ് അടക്കം ഗ്ലാസ് അടക്കം. നിങ്ങൾ നോക്കിയാൽ നീങ്ങുണ്ടോ? ശരിക്കും നീങ്ങുണ്ടോ നോക്കിയാൽ ഇട്ടാൽ മതി അല്ലേ? പിന്നെ ഉള്ളത്തെ നമ്മൾ പുതിയത് വാങ്ങണമെങ്കിൽ എന്തൊക്കെ മേടിക്കണ്ടേ? പുതിയത് വാങ്ങണമെങ്കിൽ ഉള്ളത്തെ ബീഡിങ് വാങ്ങുക. ആ 900 റുപ്യ എന്ന് പറഞ്ഞു ഈ ഫ്രെയിമിന് മാത്രം. ആ പുതിയതിന് 2 സൈഡ് എടുത്താൽ. പിന്നെ അതിലിപ്പോൾ എന്തൊക്കെ പോലെ ഈ ബീഡിങ് എന്താ വെച്ചാൽ ശരിക്കും വർക്ക് ചെയ്യും അല്ലേ? പക്കയാവും. മറ്റേ പൊളിന്ന് പഠിച്ചാൽ ചിലപ്പോൾ ബീഡിങ് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ റിസ്ക് ആവും അല്ലേ? അത് പിന്നെ കുടിച്ചിട്ട് കാര്യം. കോഴിക്കോടൊക്കെ നല്ല പോയി കിട്ടണം. ഈ 2 റണ്ണർ അത് എത്ര മേടിക്കണം? 2 3 വരും. മേലെ അടിയിൽ സൈഡില് അല്ലേ? സൈഡിലിവിടെ ഈ സെൻറ്ററത്തെ ആ ഈ സാധനം അല്ലേ? അത് പറഞ്ഞാൽ മതില്ലേ? മേലത്തെ അടിയത്തെയും 2 സൈഡിക്കുള്ളേ മൊത്തത്തിലോട്ട് പഠിച്ചാൽ മതി. കോഴിക്കോടൊക്കെ അങ്ങനെ നമ്മൾ മഞ്ചേരിയുള്ളൊരു പൊളി മാർക്കറ്റിലെത്തി. നമ്മളെ ഒമ്നിൻ്റെ സൈഡത്തെ ഗ്ലാസ് ഒന്ന് സെക്കൻഡ് ഹാൻഡ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ തിരഞ്ഞു. ഇവിടെ ഉള്ളതും അതുപോലെ തന്നെ തുരുമ്പ് പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പുതിയത് വാങ്ങാമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ പീസ് കിട്ടിയിട്ടുണ്ട്. ജെ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞാൽ മഞ്ചേരി നെല്ലിപ്പറമ്പുള്ള ഷോപ്പിൽ നിന്നാണ് നമുക്ക് ആ കോർണർ പീസ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയാണ് ആ പീസ് വരിക. ഇത് കറക്റ്റാണ്. നമ്മൾ മേടിച്ച് പറഞ്ഞ സൈഡ് ലെഫ്റ്റ് സൈഡ് കറക്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് വെച്ചെടുക്കൊന്നും വേണ്ട, പീസ് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അവിടെയൊക്കെ പോകുന്നില്ലേ? ബൈക്ക് തുടങ്ങിയ പിന്നെ അങ്ങനെ ഇവിടുത്തെ പീസൊക്കെ മാറ്റിയില്ലേ? ഒരടിയിലോ അതിന് കിട്ടുമോ? അതോ അതിന് സെപ്പറേറ്റ് കിട്ടുമോ? വേറെ പൊടിക്കാൻ കിട്ടുമോ? നമ്മൾ ഉണ്ടാക്കിക്കണോ? അതായത് വെച്ചു കൂടെ ഉള്ളിൽ ഇതിന് സപ്പോർട്ട് ആ
എവിടെ ഞങ്ങളെ കാണാനുണ്ട് കേട്ടോ, വർക്ക്ഷോപ്പിലുണ്ട്. റബ്ബറല്ലേ ഗുരുകോ? ഗ്യാസിന് ഇട്ടോ അപ്പുറത്ത് പൊട്ടിയൊരു ആന്തലാവും. നമ്മളെ പണി ഏകദേശം തീർന്നില്ലേ? അപ്പോൾ പെയിൻറ്റിങ് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഓമന വണ്ടി ആകെ അലമ്പായി കിടക്കുന്നത് നോക്കണ്ട, നമ്മളത് സെറ്റാക്കി അടിപൊളിയാക്കി എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ച് വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നേരെ പെയിൻറ്റിങ്ങിന് കൊണ്ടുപോയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യണം. ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല തുരുമ്പായിരുന്നു, അതുപോലെ ഫ്ലാറ്റിൽ ചെറിയൊരു പീസ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് പെയിൻറ്റിങ് ആണ്. അതുപോലെ തന്നെ അപ്പോൾസ്ട്രി വർക്ക്, മുകളിൽ റൂഫൊന്ന് വല്ലാതെ ചൂടില്ലാത്ത രീതിയിലൊന്ന് കൂളിങ്ങൊക്കെ വെച്ചിട്ട് സെറ്റപ്പാക്കി എടുക്കണം. നല്ല രീതിയിൽ നമ്മൾ പണി കഴിച്ചിട്ടുള്ളൊരു വീഡിയോ ഫുള്ളായിട്ട്, അതുപോലെ പെയിൻറ്റിങ്, അപ്പോളിസ്റ്റർ വർക്ക് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയിട്ട് ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിതിലൊരു വാൻ ലൈഫ് ഉദ്ദേശിക്കുന്നത്. നെപ്പോളിയനൊക്കെ ചെയ്ത പോലെ, പെപ്പേത വാൻ ലൈഫൊക്കെ ചെയ്ത പോലെ നമ്മൾ അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ നമ്മുടെ വാൻ ലൈഫിന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കിച്ചണൊക്കെ സൂട്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ചാനൽ കാണണം. അതിൽ വാൻ ലൈഫിന് തുടർന്നുള്ള വീഡിയോസൊക്കെ വരും. അതുപോലെ വണ്ടിയുടെ ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുള്ള വീഡിയോസ് വന്ന് വരും. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓംനി പുട്ടി വർക്കിലേക്ക് പെയിൻറ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. പുട്ടിപ്പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ പുട്ടി വർക്ക് തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പെയിൻറ്റ് സെലക്ട് ചെയ്യണം, അതൊരു പണിയാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പെയിൻറ്റ് സെലക്ട് ചെയ്ത് കമൻറ്റ് ബോക്സിൽ എല്ലാവരും അറിയിക്കണം ഏതാണ് നമുക്ക് വാൻ ലൈഫിനൊക്കെ അനുയോജ്യമായ പെയിൻറ്റിൽ കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് വണ്ടി എടുത്ത് കാണിക്കുക. അതുപോലെ തന്നെ നല്ല കാണാൻ ഭംഗി. ഒമ്നി ലവേഴ്സ് കുറേ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇടയിൽ. അപ്പോൾ അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അനുയോജ്യമായൊരു ഈ വണ്ടി ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ ഏത് കളറാവും നന്നാവുക എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യണം, മറക്കരുത്. താങ്ക് യു സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.